സാറിന് ഫോൺ. എന്താ പറഞ്ഞേ? ഇവരെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോ. സർ, മിനിസ്റ്റർ ലൈനിലുണ്ട്. പറഞ്ഞോളൂ മാഡം. ഞാൻ നിന്നെ വിശ്വസിച്ചിട്ടാ ആ ഹാർഡ് ഡിസ്ക് നിനക്ക് തന്നത്. ആ ഹാർഡ് ഡിസ്ക് എങ്ങാനും പുറത്ത് ലീക്ക് ആയാ എന്റെ മറ്റൊരു മുഖം നീ കാണേണ്ടി വരും. 24 മണിക്കൂർ ഞാൻ നിനക്ക് സമയം തരാം. അതിനുള്ളിൽ ആ ഹാർഡ് ഡിസ്ക് എന്റെ കയ്യിൽ വന്നില്ലെങ്കിൽ ആരും ജീവനോടെ ഉണ്ടാകില്ല. മനസ്സിലായല്ലോ? ബോസ്, അവളുമാരകത്ത് വന്ന CCTV ഫുട്ടേജാ. ഇവളുമാരെങ്ങനെയാണ് അറിഞ്ഞത്? ഇവളുമാരെവിടെ ഉണ്ടെങ്കിലും എത്രയും പെട്ടെന്ന് ഇവളുമാരെ പൊക്കിയിരിക്കണം. ചെല്ലടാ. ചെല്ല. നാളെ രാവിലെ ഹൈവേ ഹോട്ടലിനടുത്ത് ഹാർഡ് ഡിസ്കുമായിട്ട് വരണം. അയ്യോ, എന്റെ ജോത്സ്യൻ ചേട്ടാ, കൈലാസം എന്നുള്ള പേരിന് ഇനിയെങ്കിലും സമയം ശരിയാവൂന്നൊന്ന് നോക്കിയിട്ട് പറയുവോ? ധനുരാശി, പൈൽസ് നക്ഷത്രം. എന്തോന്ന് പൈൽസ് എന്നോ? അയ്യോ, മൂല നക്ഷത്രം. ഒന്ന് നോക്കിയിട്ട് പറ. അമ്മേ മഹമായി, തന്റെ ശനിദശ അവസാനിച്ച് ഇനി അങ്ങോട്ട് നല്ല സമയം തുടങ്ങുക. പേടിക്കേണ്ട ആവശ്യമേ ഇല്ല, എല്ലാം നല്ല സമയമാ. നിന്നെ കളഞ്ഞിട്ട് പോയവരൊക്കെ നിന്നെ അന്വേഷിച്ച് വരുന്നേ. അത് ശരി. ഇനി തന്റെ കാല് തറയിൽ തന്നെ തൊടില്ല. താൻ ഒരുപാട് ഉയരങ്ങളിലേക്ക്. എടോ, താൻ ശനിദശ പോയതല്ലേ പറഞ്ഞത്? അതേ തിരിച്ചു വന്നിരിക്കുന്നു. ഞാൻ എന്ത് ചെയ്യും? സത്യത്തിൽ പോവുകയാണല്ലോ. എന്റെ ജോത്സ്യം വലിക്കാൻ തുടങ്ങിയിരിക്കുക. അതെടി, അവര് പറഞ്ഞ സ്ഥലത്ത് തന്നെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്നത്. എന്തായാലും അവരിത് വാങ്ങാനായിട്ട് ഇങ്ങോട്ടേക്ക് വരും. രക്ഷപ്പെട്ടല്ലോ.
ഹലോ ഹലോ അബി, പറയടേ. എന്താടി പറ്റിയത്? എന്ത് വയ്യാത്ത പോലെ? അല്ലടേ, ഞാൻ നേരത്തെ കൊന്നു വിചാരിച്ചവൻ ഇപ്പൊ ഇവിടെ മരിച്ചു കിടക്കാം. എന്തൊക്കെയാടി പറയുന്നേ? അതെ നിഷ, ഇപ്പൊ ഇവിടെ വെച്ച് ആരും അവനെ കൊന്നിരിക്കുക. ഇവനെ എന്റെ അടുത്തുനിന്ന് ഹാർഡ് ഡിസ്ക് തട്ടിപ്പറിച്ചോണ്ട് വന്നേ. അന്നെ വീട്ടിൽ വെച്ച് കൊല്ലാൻ നോക്കിയത് ഇവൻ തന്നെ. അവനെ എത്ര കൺഫേം ആയിട്ട് നീ എങ്ങനെ പറയുന്നേ? അവന്റെ കഴുത്തിലെ ടാറ്റു വെച്ച് ഞാൻ കൺഫേം ചെയ്തത്. ഓക്കെ ഓക്കെ, എത്രയും പെട്ടെന്ന് നീ അവിടുന്ന് പുറത്തേക്ക് പോ. ശരി നിഷ, നീ ഫോൺ വെക്ക്, ഞാൻ നോക്കിക്കോളാം. അയ്യോ, എന്നെ ഒന്ന് ഇറക്കി വിട്. അയ്യോ, എന്തിനാ ഏതാടാ ഇവൻ? ചോദിക്കുന്നത് കേട്ടില്ലേ? പറഞ്ഞു കൊടുക്ക. ഇയാളുടെ അടുത്താണ് ആ പെണ്ണ് ജോലി ചെയ്തത് ബോസ്. ഏത് പെണ്ണ്? ദാ ഇവളാ. ഇവളോ? അബി, ഇവള് ഭയങ്കര അഹങ്കാരം പിടിച്ചവളാ. ഇവളെവിടെ ഉണ്ടെങ്കിലും പൊക്കിക്കൊണ്ട് വാടാ. പിന്നെ ഇപ്പൊ അങ്ങ് ഒലത്തും. അവളെ പിടിച്ചോണ്ട് വരാൻ പറഞ്ഞിട്ട് ഇവന്മാരെ എന്നെയാ പിടിച്ചോണ്ട് വന്നത്. അതിനിടയ്ക്കാ നിങ്ങള് എന്താ നോക്കുന്നേ? ഇനിയെങ്കിലും കൃത്യമായിട്ട് അവളെ പൊക്കിക്കൊണ്ട് വാ. അവിടെ അമ്മയെ പൊക്കിക്കൊണ്ട് വന്നാല് വലിയ പ്രശ്നമാവും കേട്ടോ, മനസ്സിലായോ? അവള് വരുന്നവിടെ ഇവനെ കൊണ്ട് പൂട്ടിയിടാ. അയ്യോ, വീണ്ടും എന്നെ എടുത്തോണ്ട് പോകുന്നേ. ചേട്ടാ, ഞാൻ ഡെലിവറി കൊടുത്ത ഫുഡിൽ ആരാ കംപ്ലൈന്റ് പറഞ്ഞത്? ആ മേഡോ കംപ്ലൈന്റ് ചെയ്തേ. മേഡം, അബി എന്നുള്ള ആളിന് കൊറിയർ വന്നിട്ടുണ്ട്. ചേട്ടാ, ചേട്ടാ 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 ഞാൻ അറിയാതെ ചെയ്തു പോയതാ ചേട്ടാ. ചേട്ടാ കാശിന് വേണ്ടി ചെയ്തതാട്ടാ ചേട്ടാ. ഒന്നും ചെയ്യല്ല ചേട്ടാ. ചേട്ടാ അറിയാതെ ചെയ്തു പോയതാ ചേട്ടാ. അയ്യോ ചേട്ടാ, പോയി നോക്കടാ എന്താന്ന്. ചേട്ടാ ചേട്ടാ വേണ്ട ചേട്ടാ, വിട്ടേക്കേട്ടാ. ചേട്ടാ ചേട്ടാ ഞാൻ അറിയാതെ അമ്മോ എന്തോ അതൊക്കെ.
ആ മറ്റൊരു പാർസൽ കൊടുക്കാൻ പറഞ്ഞ ഈ വീടാ ചേച്ചി. സുനിൽ, ഞാൻ അകത്ത് പോയിട്ട് പോരാം. നീ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യണം. സൂക്ഷിച്ച്. ഓക്കെ ചേച്ചി. എന്താ ചേച്ചി, പോയുടെ തന്നെ തിരിച്ചു വന്നല്ലോ, എന്താ? ഇല്ലടോ, ഡോറ് ലോക്ക് ചെയ്തിരിക്കുക. അതാ ആലോചിച്ചോണ്ടിരുന്ന. ഒന്ന് പോ ചേച്ചി, ഇതൊക്കെ എന്താ വലിയ കാര്യമാണോ? പറ വിമൽ. നീ എവിടെയുള്ളത് ബി? ഞാൻ കുറെ നേരമായിട്ട് വിളിച്ചോണ്ടിരിക്കുക. നോട്ട് റീച്ചബിൾ എന്നാ പറയുന്നേ. ഞാൻ പ്രധാനപ്പെട്ട ഒരു ജോലിയായിട്ട് വന്നിരിക്കുക. എന്താ കാര്യം? എന്താ കാര്യമൊന്നോ? ഞാൻ ഇന്നലെ പറഞ്ഞല്ലേ 2 ടിക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് പടത്തിന് പോവാന്ന്. ഞാനിപ്പോ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യാ. അയ്യോ സോറി വിമൽ, ഞാനത് മറന്നു. നീ ഒരു കാര്യം ചെയ്, നീ അവിടെ തന്നെ വെയിറ്റ് ചെയ്യ്, ഞാൻ വന്നേക്കാം. ബി പെട്ടെന്ന് വാ, പടം ഇപ്പൊ തുടങ്ങും. ചേച്ചി ഓപ്പൺ ചെയ്തു ചേച്ചി. സൂപ്പർഡാ. താങ്ക് യു ചേച്ചി. നീ വെയിറ്റ് ചെയ്യ്, ഞാൻ ഓക്കെ ചേച്ചി. സൂക്ഷിക്കണേ. ആ എന്താ ചേച്ചി, പോവാമോ? സുനിൽ, എനിക്ക് ചെറിയൊരു ഹെൽപ്പ് ചെയ്യാമോ? ചേച്ചി പറഞ്ഞോ. നീ കൊറിയർ തന്നില്ലേ, അതിന്റെ പഴയ അഡ്രസ് ഇതിലുണ്ട്. അവിടെ പോയി എന്താ സംഭവിച്ചെന്ന് അറിഞ്ഞിട്ട് എന്നോടൊന്ന് പറയൂ. ഓക്കെ. വാ പോവാം.